നമസ്കാരം. നക്ഷത്രഫലം 1200 ആണ്ട് കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം, അതായത് ഉത്രത്തിൽ കാലം. ഇത്രയും നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ ഉള്ളത്. ഇവരുടെ കന്നിമാസത്തിലെ ഫലം നോക്കാം. അന്യരുടെ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കൽ, അലങ്കാര വസ്തുക്കൾ വാങ്ങിക്കൽ എന്നിവ ഈ കന്നിമാസത്തിൽ ഇവർക്കുണ്ടാകുന്നതാണ്. സ്വന്തം കാര്യം നോക്കാനേ ആളുകൾക്ക് സമയമില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അന്യരുടെ കാര്യങ്ങളിൽ കൂടി അത്യധികം ശ്രദ്ധ വരികയാണെങ്കിൽ അവനവൻ്റെ കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ കുറയും എന്നാണല്ലോ കണക്കാക്കേണ്ടത്. അലങ്കാര വസ്തുക്കൾ ഇവർ വാങ്ങിക്കുമെങ്കിലും അത് കുറച്ച് ധനനഷ്ടത്തിലായിരിക്കും കാര്യം. കാരണം ഇത്തരം അലങ്കാര വസ്തുക്കൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല. അതായത് ഒരു അനാവശ്യമായിട്ടുള്ള ചിലവാണ് ഇവർക്കത് വരുത്തി വയ്ക്കുന്നത്. നാൽക്കാലി നാശത്തിന് സാധ്യതയുണ്ട്. വീടുകളിൽ മറ്റേ നാൽക്കാലികളെ വളർത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വല്ല ദോഷമോ രോഗമോ വരാം. നാൽക്കാലി എന്ന് വെച്ചാൽ പശു മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ വളർത്തുമൃഗത്തിനുള്ള ഒരു ദോഷമാണ് ഇത് കാണിക്കുന്നത്. കോടതി വ്യവഹാരത്തിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കും. സൗന്ദര്യവർദ്ധനവ് ഇവർക്ക് കന്നിമാസത്തിലുണ്ടാകും. കൂട്ടുകെട്ട് മൂലം ഇവർക്ക് വ്യാപാരത്തിൽ ഉന്നതി ലഭിക്കും. ഭാഗ്യക്കുറി, ചിട്ടി എന്നിവ ലഭിക്കുക മൂലം കടബാധ്യത തീർക്കും. എന്നിരുന്നാലും ജലയാത്ര അഥവാ വിനോദയാത്ര, ഇപ്പോൾ നമ്മൾ ഒരു വിനോദയാത്രയായിട്ട് ജലത്തിൽ കൂടി ബോട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ വഞ്ചി, കടത്ത് വഞ്ചി എന്നിവയൊക്കെ പോകുന്നത് ഇവർക്ക് അപകട സാധ്യതയാണ് കാണിക്കുന്നത്. അതിനാൽ തന്നെ അതൊഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഉദരവ്യാധി, പനി, ചുമ, രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടാകുവാൻ ഇവർക്ക് സാധ്യത കാണുന്നു. അല്ലെങ്കിൽ വളരെ കാലമായിട്ട് രക്തസമ്മർദ്ദത്തിനൊക്കെ ഡോക്ടറെ കാണുന്നവരാണെങ്കിൽ ഈ മാസത്തിൽ അതിൻ്റെ ഒരു ക്ലേശം അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഒരു ക്ലേശം കുറച്ച് കൂടുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു വരുന്ന ഒരു വിവാഹം കുടുംബത്തിൽ നടക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തും. വാഹന ലാഭമുണ്ടാകും. ഉദ്ദിഷ്ട വാഹന ലാഭമായിരിക്കാം. ഒരുപാട് നാളുകളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം വാങ്ങുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കും. സത്സംഗം, ശത്രുശല്യം, അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടൽ, ഉന്നത സ്ഥാനമാന ലബ്ധി, ലഹരി പദാർത്ഥങ്ങളോട് വിരക്തി എന്നിവ ഉണ്ടാകാം. അതിനാൽ തന്നെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ചിങ്ങക്കൂറുകാർക്ക് കന്നിമാസം ഉണ്ടാവുന്നത്. ഈശ്വരഭജനം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി. അതിനാൽ തന്നെ കൂടുതൽ ഈശ്വരനിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതെ നന്നായിട്ട് വർത്തിച്ചാൽ എല്ലാ മാസവും നല്ല സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരും. ഗ്രഹപ്പകർച്ച 1200 ആണ്ട് ചിങ്ങമാസം 31 ഉദയാൽപരം 33 നാഴിക 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നിസംക്രമം. 1200 ആണ്ട് കന്നിമാസം 7 10 നാഴികയ്ക്ക് ബുധൻ കന്നിരാശിയിലേക്കും, കന്നിമാസം 24 13 നാഴികയ്ക്ക് ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 നാഴികയ്ക്ക് ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 നാഴികയ്ക്ക് ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 ആണ്ട് കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.